ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് വീട്ടിലൊരു പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ബിരിയാണിയാണിത്. നിങ്ങൾ ഇതുപോലെയല്ല ഇതുവരെ ഉണ്ടാക്കിയതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. If you are watching our video for the first time, please subscribe, like, share and comment. ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഞാൻ മസാല പെരക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവകൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുനാരങ്ങയോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്ത് അരച്ചെടുത്താൽ മതി. അരക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സോയാ സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്താലും മതി. ഒരു ചിക്കൻ ആണെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയും എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിനി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കോൺഫ്ലവറും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഇറച്ചിയും മീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ ഒരുക്കം കിട്ടും, പണിയെല്ലാം എളുപ്പമാകും. ബിരിയാണിക്കുള്ള മീനിൽ ഞാൻ മസാല പുരക്കി വെച്ചിട്ടുണ്ട്. മീനിലേക്ക് ഉപ്പും പൊടികളെല്ലാം ചേർത്തിട്ട് അങ്ങനെ പുരക്കിയെടുക്കരുത് കേട്ടോ, മീനെല്ലാം ഉടഞ്ഞു പോകും. ഒരു പാത്രത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ അരമുറി ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പെല്ലാം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അധികം ലൂസായി പോകണ്ട, കുറച്ച് കട്ടി തന്നെ കലക്കിയെടുത്തോ. എന്നിട്ട് ഓരോ മീനെടുത്തിട്ട് ഇതുപോലെ പരട്ടി കൊടുത്താൽ മതി. അപ്പം നമ്മളെ മീനൊന്നും ഉടഞ്ഞു പോവില്ല. ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചാൽ നമുക്ക് നല്ല സമാധാനത്തിൽ ഉണ്ടാക്കാം. അധികം ഒരുക്കക്കേട് ഉണ്ടാവില്ല. സവാളയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 കിലോ മീനാണ് മസാല ഉണ്ടാക്കുന്നത്. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് കട്ട് ചെയ്ത് വെച്ചത്. ഒരു 4 സവാള നൈസായി കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നൈസായിട്ട് കട്ട് ചെയ്തെടുത്താലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. പിന്നെ നമ്മൾ ചോറും മസാലയെല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു പണി ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ എന്നിട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത ഈ എണ്ണയിലാണ് നമ്മൾ മസാലയും ചോറെല്ലാം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു എണ്ണയിൽ നമ്മൾ ചോറും മസാലയെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ബിരിയാണി ഉണ്ടാക്കുക വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണേൻ്റെ കൂടെ നെയ്യും ചേർത്ത് കൊടുക്കും. ചോറുണ്ടാക്കുമ്പോൾ മസാലയിൽ ഈ വെളിച്ചെണ്ണ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഈ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഞാൻ മസാല ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയല്ല എടുത്തത്, വേറെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതാണ്. പരന്ന പാനിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലെല്ലാം വല്ലാണ്ട് തെറിച്ചിട്ട് വൃത്തികേടാവും. അതുകൊണ്ട് ഇതുപോലെ ഒരു നമ്മൾ മസാല ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് ഹൈറ്റുള്ള പാത്രത്തിൽ മീൻ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇതെല്ലാം അങ്ങ് കോരിക്കളയണം. എന്നാലേ നമ്മളെ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുക. പിന്നെ മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇത് കോരിയിട്ട് ഇട്ട് കൊടുക്കാവൂ. അതുപോലെ നമ്മൾ മീനിട്ട് കൊടുക്കുമ്പോൾ പിന്നെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഒന്നിച്ചിട്ട് കുറേ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതിപ്പം മസാലയൊക്കെ അല്ലെങ്കിലും നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി, എന്നാലേ പെട്ടെന്ന് ഉള്ളി വാടി വരുള്ളൂ. വാടി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ ഉള്ളിയിലുള്ള വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടുക. അതുപോലെ അടച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കുമ്പോഴാണ് നല്ലോണം വാടി കിട്ടുക. ഉള്ളി ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ എന്താ പറയുക, പിന്നെ ഉള്ളി കടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വാട്ടിയെടുക്കണം. എന്നിട്ടേ തക്കാളി ഇട്ട് കൊടുക്കാവൂ. മീൻ മസാലയ്ക്ക് ഉള്ളി നല്ലോണം വാടി കിട്ടണം, എന്നാലാണ് മസാല നല്ല ടേസ്റ്റ് ഉണ്ടാകുക. തക്കാളീൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ക്രഷ് ചെയ്തെടുത്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. തക്കാളി ഇട്ട് കൊടുത്താൽ അങ്ങനെ കരിഞ്ഞു പോവില്ല. നമുക്ക് ഫ്ലെയിം കുറച്ചങ്ങ് കൂട്ടി കൊടുത്താൽ മതി.
എന്നാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്നും കൂടി വാട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഗരം മസാലപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മുളകെല്ലാം നമ്മളെ മീനിൽ ഉണ്ടാവും ആവശ്യത്തിനുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തിളപ്പിച്ചെടുത്താൽ മതി, അധികം വറ്റിക്കണ്ട. നമ്മൾ ദമ്മിടുന്ന സമയത്ത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് തിളപ്പിച്ചെടുത്താൽ മതി. വെള്ളം ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു അര ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ദമ്മിടാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ കല്യാണ വീടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാകും. ഇതിപ്പോൾ ചിക്കൻ ബിരിയാണിക്കാണെങ്കിലും പിന്നെ മട്ടൻ ബിരിയാണിയോ ബീഫ് ബിരിയാണി എന്തായിക്കോട്ടെ, ഫ്രൈ ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യണ്ട. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചാൽ മതി, ദമ്മിടാൻ വേണ്ടി മാത്രം. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പാത്രം കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് ഇതിലും വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മസാല മാറ്റുന്നുണ്ട്. 2 പാത്രത്തിലാണ് ഞാൻ ദമ്മിടുന്നത്. മസാല ഇതിലേക്ക് പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ മീൻ നിരത്തി കൊടുക്കാം. എന്നിട്ട് ആ മീനിൻ്റെ മേലെയായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് തിരക്കായിപ്പോയത് കൊണ്ട് ചോറ് വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ചോറ് വെക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നമ്മളെ ചോറ് ടേസ്റ്റ് ഉണ്ടാകുക. എണ്ണ ചൂടായാൽ അതിൽ കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ചോറിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുമ്പിട്ട് നിൽക്കണം കേട്ടോ, അത് കൂടിപ്പോണ്ട, കുറച്ചൊന്ന് മുമ്പിട്ട് നിന്നാൽ മതി. പിന്നെ അതുപോലെ അതിൽ വെള്ളത്തിൽ ചെറുനാരങ്ങയും പിഴിഞ്ഞു കൊടുക്കണം. 1 കിലോന് അരിക്കാണെങ്കിൽ 1 ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്താൽ മതി. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ചോറ് വെന്തതിന് ശേഷം ഈ മസാല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പകുതി ഭാഗം ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉള്ളി വിതറി കൊടുത്തിട്ട് ഗരം മസാലയും കുറച്ച് വിതറി കൊടുക്കുക. എന്നിട്ട് മേലെ ചോറിട്ട് കൊടുക്കുക. അങ്ങനെ മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. മീൻ ഫ്രൈ ചെയ്ത് വെച്ച ഈ എണ്ണ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്